അപ്പൊ ഇനി നമ്മൾ പറയാൻ പോണ സാധനമാണ് മെൻഡൽസ് എക്സ്പെരിമെന്റ്സ്, മെൻഡൽ ചെയ്ത പരീക്ഷണങ്ങൾ. ഓക്കെ, അതിൽ ഒന്നാമത്തെ പരീക്ഷണമാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഞാൻ പറഞ്ഞു നമ്മളെ ബയോളജിയിലെ ട്രിക്ക്, മോണോ എവിടെ കണ്ടാലും അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? 1. മോണോ എന്ന് പറഞ്ഞാൽ 1. അപ്പൊ എന്താണ്? പേര് തന്നെ ഉത്തരം, മോണോ ഹൈബ്രിഡ് ക്രോസ്. മോണോ എവിടെ കണ്ടാലും 1 ആട്ടോ അർത്ഥം, മോണോ ഹൈബ്രിഡ് ക്രോസ്. മെൻഡൽ പരീക്ഷണം നടത്തി നോക്കാം. നമ്മളിപ്പോ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു അല്ലെ, മെൻഡൽ കുറെ പരീക്ഷണം നടത്തി കഥയൊക്കെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അപ്പോൾ മെൻഡൽ ഇനീഷ്യലി കണ്ടക്റ്റഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ബൈ കൺസിഡറിങ് എ സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രീറ്റ്. കോൺട്രാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓണത്തിനൊക്കെ ഇപ്പോൾ എല്ലാവരും കോൺട്രാസ്റ്റിംഗ് സാധനങ്ങളൊക്കെയാണ് തിരയുന്നത് അല്ലേ? ഇപ്പം ഈ അടുത്ത് വന്നതാണല്ലോ കോൺട്രാസ്റ്റിംഗ് കളർ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് കളേഴ്സ് അല്ലേ? 2 ഓപ്പോസിറ്റ് എന്ത് ചെയ്തു പെയർ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് മെൻഡൽ എടുത്തു. ഹൈറ്റ്, ഓക്കെ, ഇതൊക്കെ മെൻഡൽ എന്താ ചെയ്ത് നോക്ക്, ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ചു. 2 മാതൃസസ്യങ്ങൾ എടുത്തിട്ടോ, പാരന്റ് പ്ലാന്റ്സെ. ഹൈറ്റ് ടോള് ഉയരം കൂടിയത്, ഉയരം കുറഞ്ഞത്, ടോളും ഡ്വാർഫും എടുത്തു മൂപ്പര്. ഒരു ടോൾ അതെന്താ ചെയ്യാന്നറിയാം, ഇത് വെറുതെ ഇങ്ങനെ എടുത്ത് എന്താ ചെയ്യുക, എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, ടോൾ പ്ലാന്റിന്റെ ഒരു പ്യുവർ ടോൾ പ്ലാന്റ്, ഒരു പ്യുവർ ഷോർട്ട് പ്ലാന്റും ഉണ്ടായിരിക്കും. ഇതിന്റെ 2ന്റെ പൂവിനെയും കൂടെ ഇദ്ദേഹം എന്ത് ചെയ്യും? പോളിനേറ്റ് ചെയ്യും. പോളിനേറ്റ് ചെയ്യുന്ന ടോൾ പ്ലാന്റിന്റെ ഷോർട്ട് പ്ലാന്റും ഉണ്ട്. ഇതിൽ ഷോർട്ട് പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ പൂ പറിച്ചിട്ട് പറക്കുക അല്ലെങ്കിൽ ഇപ്പൊ പൂമ്പൊടി ആവശ്യമില്ല, പൂവിന് ഒരു ബ്രഷ് എടുത്തിട്ട് അതിന്റെ പൂമ്പൊടി എടുക്കും. എന്നിട്ട് നിർത്താൻ പോകുന്ന പ്ലാന്റിന്റെ പുറത്ത് ആ പൂമ്പൊടി ഇങ്ങനെ തടവി കൊടുക്കും, അല്ലെങ്കിൽ അത് അതിലിട്ട് കൊടുക്കും. എന്നിട്ട് ഇതൊരു കവർ കൊണ്ട് കെട്ടിവെക്കും. എന്തിനാ കെട്ടിവെക്കണേ? കണ്ട ക്രോസ് പോളിനേഷൻ വരാതിരിക്കാം. വേറെ വല്ല പൂമ്പാറ്റി അവിടെ നിലക്ക് പോയി ഇതിൽ കുത്തിരുന്നാലും തീരുമാനമായില്ലേ? പ്യുവർ ആവണ്ടേ, എക്സ്പെരിമെന്റ് ഇതാക്കണ്ടേ? അപ്പൊ ഷോർട്ട് പ്ലാന്റ്, ടോൾ പ്ലാന്റ്. ഷോർട്ട് പ്ലാന്റിന് പൂ വിരിഞ്ഞു, ഹായ്. ഇതിനും പൂ വിരിഞ്ഞു, ഹായ്. ഇവിടുന്ന് പൂവിന് ഒരു ബ്രഷ് എടുത്തു, അതായത് ബ്രഷ് എടുത്തു, പൂവിന്റെ പൂമ്പൊടി എടുത്തു, ടോൾ പ്ലാന്റിന്റെ പൂമ്പൊടിയിൽ ഇങ്ങനെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തു, ഒരു കവർ എടുത്തു, കെട്ടിവെച്ചു, മൂപ്പര് പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഹായ് പയറുണ്ടായി. ആ പയറിന് അദ്ദേഹം എന്ത് ചെയ്തു? പറിച്ചു തിന്നോ? ഇല്ല, അതിനവിടെ വെച്ചു, വിത്താക്കി. ആ വിത്ത് കുഴിച്ചിട്ടപ്പോ ഉണ്ടായ ചെടി ടോളായിരിക്കുവോ, ഷോർട്ടായിരിക്കുവോ, ഇടനടുവായിരിക്കുവോ? അതാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണം. ആലോചിച്ച് നോക്കണം, കാത്തിരിക്കുന്നത്. ഒരു പയറ് കുഴിച്ചിട്ടാല് പിറ്റേ ദിവസം അവനവന്റെ പണി നോക്കി പോണ നമ്മളൊക്കെയാണ് അല്ലേ? അപ്പൊ അദ്ദേഹത്തിനെ സമ്മതിക്കണം നമ്മള്. മൂപ്പര് പോയി നോക്കി. കുറെ കാലം കഴിഞ്ഞിട്ടോ ആ കുട്ടിയാണ് ഉണ്ടായത്. ആ കുട്ടി ഉണ്ടായത് എന്ത് കുട്ടിയാ നോക്ക്? 1ാമത്തെ തലമുറ, അതായത് ആദ്യത്തെ ആ പയർ ചെടി കുഴിച്ചിട്ടപ്പോ കിട്ടിയത് ഉയരം കൂടിയതാണ് കിട്ടിയത്. അപ്പൊ ചെറുത് എവിടെ പോയി? പാവലേ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മൂപ്പര് ചെന്ന് നോക്കിയപ്പോ അതാ ഇതാ ഉയരം കൂടിയ ചെടി. എവിടെ? ചെറുതിന്റെ ഒന്നും കാണാനില്ല, ഇടനടുവല്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര കൺഫ്യൂഷനായി. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ ഉയരം കൂടിയ ചെടികൾ ഒരുപാടെണ്ണം ഉണ്ടാവുമല്ലോ, കുറെ വിത്ത് ഉണ്ടാവുമല്ലോ, ഒറ്റ നല്ലല്ലോ കുഴിച്ചിട്ടാവും, ഒരുപാട് കുഴിച്ചിടുമല്ലോ. ഇദ്ദേഹം എല്ലാം കുഴിച്ചിട്ടത് മുഴുവൻ ഉയരം കൂടിയ ചെടി. ചേട്ടാ, അപ്പൊ മൂപ്പര് എന്താ ചെയ്തെന്നറിയോ? ഈ പുതിയ ഉയരം കൂടിയ ചെടികളിലെ പുതിയത് കേട്ടോ, അച്ഛനും അമ്മയൊക്കെ വിട്ടു പുതിയ ഉയരം കൂടിയ ചെടികളെ പരസ്പരം വീണ്ടും പോളിനേറ്റ് ചെയ്തു. ഉയരം കൂടിയ ചെടീന്റെ പൂമ്പൊടി എടുത്തു, ഉയരം കൂടിയ ചെടീന്റെ പൂമ്പൊടി അപ്പുറത്ത് കൊണ്ടിട്ട് കൊടുത്തു, കെട്ടിവെച്ചു. കാത്തിരിപ്പ് കുറെ കാലം മൂപ്പര് കാത്തിരുന്നു. അതിനെന്ത് ചെയ്തു? പയറായി. തിന്നോ? ഇല്ല. വിത്തായി. ആ വിത്ത് കുഴിച്ചിട്ടു. ഓക്കെ, 1ാം തലമുറയിൽ ഉണ്ടായ കുട്ടികളുടെ ഇന്നുണ്ടായ വിത്ത് കുഴിച്ചിട്ടു. കാത്തിരുന്നു. ഒരു പാടം നിറയെ പയറും കുഴിച്ചിട്ട് കാത്തിരിക്കട്ടെ മാസങ്ങളോളം. അത് ഇനി വലുതാവണ്ടേ? അത് വലുതായപ്പോ പോയി നോക്കിയപ്പോ 4 എണ്ണം കുഴിച്ചിട്ടു എന്ന് വിചാരിച്ചോ? 4 എണ്ണം വിചാരിക്കുക. കുറെ എണ്ണം കുഴിച്ചിട്ടുണ്ട്, ഞാനൊരു കണക്ക് പറയാണ്. 4 എണ്ണം കുഴിച്ചിട്ട് വിചാരിച്ചോ? പോയി നോക്കിയപ്പോ 3 എണ്ണം വലുതും 1 ചെറുതും. വാവ്. അപ്പൊ എന്താണ്? ആദ്യത്തെ, അതായത് അമ്മമ്മയുടെ സ്വഭാവം അല്ലേ? നമുക്ക് ഈ ഹൈറ്റ് കുറഞ്ഞ ആളെ ഫീമെയിൽ ആക്കാം. അപ്പൊ ആ തലമുറ, 2ാം തലമുറയിലാണ് ഈ പാരന്റ് പ്ലാന്റിന്റെ സ്വഭാവം കണ്ടത്. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി എന്താണ്?
ഇപ്പൊ ഒന്നാം തലമുറയിൽ ഫുള്ള് ടോളാണ് കിട്ടിയത് അല്ലെ, ഫുള്ള് ഉയരം കൂടിയ ആൾക്കാർ കിട്ടി. അപ്പൊ മനസ്സിലായി ഇവരുടെ ഉള്ളില് ഈ ജീൻ ഉണ്ട്, ഈ പാരന്റിന്റെ ജീൻ ഉണ്ട്. അത് മറഞ്ഞു കിടക്കായിരുന്നു. ആ രണ്ടാമത്തെ തലമുറ ആയപ്പോൾ മറഞ്ഞു കിടന്ന ജീന് കിട്ടി, മറഞ്ഞു കിടക്കുകയാണ് ചെയ്തത് അല്ലെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിന്റെ അല്ലാത്ത നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിന്റെ സ്വഭാവങ്ങൾ കിട്ടുന്നുണ്ടാവും, നിങ്ങളുടെ പാരൻസിനും ഉണ്ടാവില്ല ചിലപ്പോ. ഇപ്പൊ പൂച്ചക്കണ്ണൊക്കെ ചിലരുടെ ഫാമിലിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ പൂച്ചക്കണ്ണൊക്കെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവില്ല, പക്ഷെ ഗ്രാൻഡ് പാരന്റിന് ഉണ്ടാവും. അത് നിങ്ങൾക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്? ആ ഗ്രാൻഡ് പാരന്റിന്റെ ജീന് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മേന്റെ ശരീരത്തിലുണ്ട്, അച്ഛൻ്റെയോ അമ്മേന്റെയോ ആരുടെയോ ആണെങ്കിൽ അവരുടെ ശരീരത്തിലുണ്ട്. പക്ഷെ അവർക്ക് അത് എക്സ്പ്രസ് ആയില്ല, അവരുടെ കണ്ണിൽ അത് ഉണ്ടായില്ല, അവർക്കത് എക്സ്പ്രസ് ആയില്ല. എന്തുകൊണ്ട് എക്സ്പ്രസ് ആയില്ല? അതാണ് അദ്ദേഹത്തിന് പിന്നീടുള്ള ചോദ്യങ്ങൾ. ഒരു വലിയ സയന്റിസ്റ്റ് ആവുക എങ്ങനെ? ചോദ്യങ്ങൾ ചോദിക്കുക കുട്ടികളെ, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരു സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഗൂഗിൾ അടിച്ചു നോക്കിക്കോ. എന്തൊരു സംശയം തോന്നിയാലും ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അടിച്ചു നോക്കുക. അങ്ങനെയാണ് നമ്മൾ പഠിക്കുക, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. മെന്റൽ അങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു മൂപ്പരുടെ ജീവിതകാലം മുഴുവൻ. ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ വിത്തിനുള്ളിൽ ഉണ്ടാകാമെന്ന് അദ്ദേഹം ഊഹിച്ചു. ഉയരക്കുറവ് എന്ന ഗുണത്തിന് കാരണമായ ഘടകത്തിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് കണ്ടെത്താൻ അദ്ദേഹം ഒന്നാം തലമുറയിൽ ലഭിച്ച ചെടികളെ സ്വപരാഗണത്തിന് വിധേയമാക്കി രണ്ടാം തലമുറ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചു. ഉൽപ്പാദിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്താ കിട്ടിയത്? അദ്ദേഹം പറഞ്ഞ കുറച്ച് എന്തോ ഒരു ഫാക്ടർ, എന്തോ ഒരു ഘടകം ഇതിനെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നിയന്ത്രിക്കുന്ന ഘടകം എന്താണ്? ജീനാണ്. ജീൻ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഘടകം എന്നാണ് പറഞ്ഞത്. A gene that determines a character can have two forms. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഉയരം എന്ന് പറയുന്ന ഒരു സ്വഭാവം, രണ്ട് ഭാഗങ്ങളുണ്ട് അതിന്. ഉയരം കൂടിയതും ഉണ്ട്, ഉയരം കുറഞ്ഞതും ഉണ്ട്. ഒരു സ്വഭാവത്തിനെ നിയന്ത്രിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, രണ്ട് ഘടകങ്ങളുണ്ട്. These different forms of genes are called alleles. ഒരു ജീനിന്റെ ഈ രണ്ട് ഫോമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അലീലുകൾ അഥവാ അലീൽസ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഉയരം എന്ന് പറഞ്ഞ ഫാക്ടറിന് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഉയരം, ടോൾനെസ്, ഉയരം കൂടുതൽ എന്ന് പറഞ്ഞൊരു സ്വഭാവവും ഉണ്ട്, ഉയരം കുറവ് എന്ന് പറഞ്ഞൊരു സ്വഭാവമുണ്ട്. ഉയരം കൂടുതലിന് നമ്മൾ ക്യാപിറ്റൽ ടി എന്നും കൊടുക്കുക, ഉയരം കുറഞ്ഞതിന് സ്മോൾ ടി എന്നും കൊടുക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉയരം എന്ന് പറഞ്ഞ ജീനിന് രണ്ട് അലീലുകളുണ്ട്, ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും. ഒരേ സ്വഭാവത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഉയരം കൂടിയത് ഉയരം കുറഞ്ഞത്, കറുത്തത് വെളുത്തത്, നീണ്ട മുടി ചുരുണ്ട മുടി. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ എന്തായിരിക്കും? ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അച്ഛന് നീണ്ട മുടി, അമ്മയ്ക്ക് ചുരുണ്ട മുടി. അച്ഛന് സ്ട്രെയിറ്റ് ഹെയർ, അമ്മയ്ക്ക് ചുരുണ്ട മുടി. നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഏതായിരിക്കും? ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ കിട്ടും, അല്ലെങ്കിൽ കേളി ഹെയർ കിട്ടും, അല്ലെങ്കിൽ വേവിയും കിട്ടും. ഓക്കെ, നമുക്കിവിടെ ഇപ്പോൾ സ്ട്രെയിറ്റ് ആൻഡ് കേളി എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അച്ഛൻ്റെ ജീൻ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ എന്തായിരിക്കും കാണുക? സ്ട്രെയിറ്റ് ഹെയർ, അച്ഛൻ്റെ സ്ട്രെയിറ്റ് ഹെയർ ഉണ്ടാവില്ല, പക്ഷെ അമ്മേൻ്റെ കേളി ഹെയർ ആയിരിക്കും. അതെന്തുകൊണ്ടാന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എ ജീൻ യൂഷ്വലി ഹാസ് ടു അലീൽ. അതാണ് പറയുന്നത്. ഒരു സ്വഭാവത്തിന് രണ്ടെണ്ണം ഉണ്ട്, നീളം, ഉയരം കൂടിയത് കുറവ്, കളറ് കറുത്തത് വെളുത്തത്, മുടി നീണ്ടത് ചുരുണ്ടത്. അത് ഓർത്ത് വെക്കാം. The genetic constitution responsible for these characters are called genotype. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് വിളിക്കുക. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജീനോടൈപ്പ്. ഓക്കെ, ഫീനോടൈപ്പ് ഉണ്ട്. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിന് വിളിക്കുന്ന പേരാണ് ഫീനോടൈപ്പ് എന്നുണ്ട് കേട്ടോ. ഫീനോടൈപ്പും ഉണ്ട്, ജീനോടൈപ്പും ഉണ്ട്, ഫീനോടൈപ്പ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതുക നോക്കട്ടോ. ഓക്കെ, മെന്റൽ ചെയ്ത പരീക്ഷണമാണ് നമ്മൾ പറയുന്നത്. മെന്റൽ ചെയ്തത് പാരന്റ് പ്ലാന്റ്സിന് എടുക്കുക നമ്മൾ. മെന്റലിന്റെ പാരന്റ് പ്ലാന്റ്സ് കേട്ടോ, കുറച്ചിട്ട് വൃത്തിക്ക് എഴുതാൻ കാണിച്ചിടാം, ശ്രദ്ധിച്ച് കേൾക്കാം. പാരന്റ് പ്ലാന്റ്സ്, മെന്റലിന്റെ പാരന്റ് പ്ലാന്റ്സ് ആരൊക്കെയായിരുന്നു? നമുക്ക് അതിന്റെ ജീനോടൈപ്പ് എഴുതണം, ഫീനോടൈപ്പ് എഴുതണം കേട്ടോ. അപ്പോൾ കുറച്ച് മോളിക്ക് എഴുതി വെക്കാം. പാരന്റ്സ് ഒരു ടോള് പ്ലാന്റിനെ എടുത്തു, ഒരു ഡ്വാർഫ്, ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും. ഇങ്ങനെ എഴുതണേ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫീനോടൈപ്പ്. വാക്യത്തിൽ ഇങ്ങനെ അതിൻ്റെ പ്രകടമാവുന്ന സ്വഭാവത്തിനെ വിളിക്കുന്ന പേരാണ് ഫീനോടൈപ്പ്.
ഇനി നമുക്ക് ഇതിന്റെ ജീനോടൈപ്പ് എഴുതാം. പ്യുവർ ആണെന്ന് നമ്മൾ പറഞ്ഞു. പാരന്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര പ്യുവർ ആണ്. ഇവർക്ക് ടോൾ എന്ന് പറഞ്ഞാൽ മുത്തച്ഛൻ മുതുമുത്തച്ഛൻ അങ്ങനെ എന്താണ് ടോളാണ്. അതുകൊണ്ട് ടോൾ എന്ന് പറഞ്ഞ പ്യുവർ ടോൾ ആയതുകൊണ്ട് ക്യാപിറ്റൽ ടി എന്ന് കൊടുത്തു. പാരന്റ്സിന് കളർ മാറ്റി കൊടുത്തു അല്ലേ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പാരന്റ്സിന് നമ്മൾ ക്യാപിറ്റൽ ടി എന്നും മറ്റേത് ഡോർഫാണ്. ഡോർഫ് ആകുമ്പോൾ സ്മോൾ ടി എന്നും. എന്തുകൊണ്ടാണ് രണ്ട് സ്മോൾ ടി ആയത്? നമ്മൾ പറഞ്ഞു രണ്ട് അക്ഷരം എഴുതണത് പറയാം. നമ്മൾ പറഞ്ഞു ഒരു സ്വഭാവത്തിന് എത്ര അലീലുണ്ട്? 2 അലീലുണ്ട്. നീളം കൂടിയതും നീളം കുറവും. അപ്പോൾ നീളം കൂടിയ അലീലാണ് ക്യാപിറ്റൽ ടി. അതായത് ഒരു സ്വഭാവത്തിന് 2 അലീലുണ്ട്. ഇവരുടെ ഈ ടോൾ ഈ പാരന്റ്സിന് എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ടി എന്ന് വന്നത്? കാരണം ഇവരുടെ ഒരുപാട് തലമുറയായിട്ട് എല്ലാവരും നീളം കൂടിയ ആൾക്കാരാണ്. പ്യുവർ ടോൾ ജീനാണ്. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ടി എന്ന് വന്നത്. ഡോർഫ് ആണെങ്കിൽ ഒരുപാട് തലമുറ എന്താണ് പ്യുവർ ഡോർഫാണ്. അതുകൊണ്ടാണ് സ്മോൾ ടി എന്ന് വന്നത്. അപ്പൊ നമുക്ക് ഇനി ഗ്യാമേറ്റ് നോക്കാം. ഓക്കെ, ഇതിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റ് ക്യാപിറ്റൽ ടി. അച്ഛൻ്റെ അമ്മേന്റെ നമ്മൾ ഇത് രണ്ടും എന്താണ് ഹോമോലോഗസ് ക്രോമസോംസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നില്ല, ഐഡന്റിക്കൽ. അപ്പൊ ഇതിന് ഏതെങ്കിലും ഒരാൾ, രണ്ടുപേരും ഒരേപോലെ ആയതുകൊണ്ട് ഒരാളെടുത്ത് ഗ്യാമേറ്റ് എഴുതുമ്പോൾ വട്ടിടണേ. ഓക്കെ, ഇനി ഇവർക്ക് ഉണ്ടാവുന്ന 1ാം തലമുറ ഉണ്ടായ കുട്ടികൾ ഏതാ? കുറച്ചുകൂടി ചെറുതാക്കി വരയ്ക്കാം, നമുക്കത് ഫുള്ളവിടെ വരയ്ക്കാം. ഓർക്കുണ്ടായ കുട്ടികളാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതിന്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇത് ടോളാണ്. ഇനി എന്തുകൊണ്ടാണ് ടോള് വന്നതെന്ന് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് അത് ഡോർഫ് ആവാതിരുന്നത്? ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നിട്ട് എന്തുകൊണ്ടാണ് ഏട്ടനാട് ആവാതിരുന്നത് പറഞ്ഞുതരാം. ജീനോടൈപ്പ് എഴുതുമ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ അക്ഷരം കണ്ടോ, ഓനാണ് മെയിൻ. അങ്ങനെ ഓർത്ത് വെക്കാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞ അക്ഷരം, അതായത് ഇതെന്താണ്, ഇത് മെയിൻ ആണ്. ക്യാപിറ്റൽ ടി ആണ് കുറച്ചുകൂടെ ഡോമിനന്റ് ട്രേറ്റും റെസസീവ് ട്രേറ്റും ഉണ്ട്. ഓക്കെ, ഡോമിനന്റ് പ്രകട ഗുണം, ഗുപ്ത ഗുണം എന്ന് പറയും. ക്യാപിറ്റൽ അക്ഷരങ്ങൾ കണ്ടാൽ അതാണ് മെയിൻ. ആ ക്യാപിറ്റൽ അക്ഷരം വന്നാൽ സ്മോൾ അക്ഷരത്തിന് ഇങ്ങനെ പോയി മറയ്ക്കും, കാണുപോലുമില്ല. അപ്പം ഡോമിനന്റ് ട്രേറ്റ് ആണ് ക്യാപിറ്റൽ അക്ഷരങ്ങൾ. ഡോമിനന്റ് ട്രേറ്റ് നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ അക്ഷരത്തിലാണ് എഴുതുക. പ്രകട ഗുണത്തിന് എപ്പോഴും ക്യാപിറ്റൽ അക്ഷരത്തിലാണ് എഴുതുക. ഗുപ്ത ഗുണം റെസസീവ് ട്രേറ്റിന് സ്മോൾ അക്ഷരത്തിലാണ് എഴുതുക. അതിന് കാരണം ക്യാപിറ്റൽ അക്ഷരം ഒറ്റൊന്ന് മതി, സ്മോൾ അക്ഷരത്തിന് ഇങ്ങനെ മറയ്ക്കും. ബാക്കിൽ എവിടെ ടി? ഞാനാണ് മെയിൻ. ബാക്കിൽ സ്മോൾ ടി ഒന്നുമില്ല, ഞാനാണ് മെയിൻ ക്യാപിറ്റൽ ടി. അപ്പൊ എന്തായി? ടോളായി. ഓക്കെ, അതുകൊണ്ടാണ് അത് ടോളായത്. ഇതാണ് 1ാം തലമുറ. ഫസ്റ്റ് ഇങ്ങനെ തന്നെ എഴുതിക്കൊണ്ട് കേട്ടോ പരീക്ഷയ്ക്ക്. ഫസ്റ്റ് ജനറേഷൻ അഥവാ F1 എന്ന് എഴുതിയാലും മതി. ഓക്കെ, അതാണിത്. ഇനി മൂപ്പര് എന്ത് ചെയ്ത് ഫസ്റ്റ് ജനറേഷനുമായിട്ട് ക്രോസ് പോളിനേറ്റ് ചെയ്തു. ഇത് എഴുതി വെച്ചിട്ട് എവിടെയെങ്കിലും എഴുതി വെച്ചോ, ഞാൻ വായിക്കുകയാണ്. ഇനി ഇതിന്റെ ബാക്കിയായിട്ട് ഇതിന്റെ താഴെ തന്നെ എഴുതാനുള്ള സാധനമാണ് ക്രോസ് പോളിനേറ്റിംഗ്. മൂപ്പര് പിന്നെ ചെയ്ത കാര്യമാണ് ക്രോസ് പോളിനേറ്റിംഗ് ഫസ്റ്റ് ജനറേഷൻ. F1 അതായത് ഫസ്റ്റ് ജനറേഷൻ നമുക്കിപ്പോൾ കിട്ടിയത് എന്തായിരുന്നു? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതിനെ ഇതുകൊണ്ട് തന്നെ ക്രോസ് പോളിനേറ്റ് ചെയ്തു. അതായത് ഇത് ജീനോടൈപ്പ് ആണ്. ഫീനോടൈപ്പ് നമ്മൾ എങ്ങനെ എഴുതുക? ഫീനോടൈപ്പ് എങ്ങനെ എഴുതുക? ടോള്. രണ്ടുപേരും ടോളാണ്. ഫസ്റ്റ് തലമുറയിൽ കിട്ടിയ ആൾക്കാരെ ക്രോസ് പോളിനേറ്റ് ചെയ്യാണ് ചെയ്തത്. രണ്ടുപേരും ടോളാണ്, അവരെ പരസ്പരം ക്രോസ് പോളിനേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഗ്യാമേറ്റ് രണ്ടും 2 ആൾക്കാരാകുമ്പോൾ 2 ആളെ എടുത്തെഴുതണം. നേരത്തെ 2 ക്യാപിറ്റൽ ടി ആയതുകൊണ്ട് അതിൽ 2 ഒരാളല്ല, അപ്പോൾ ആരെങ്കിലും ഒരാൾ മതി. ഇത് രണ്ടും 2 ആൾക്കാരായതുകൊണ്ട് ആരെ തെറ്റിക്കാൻ പറ്റൂല. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇവിടുത്തെ ആളെടുത്ത് എഴുതി. അതേപോലെ തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി. മനസ്സിലായല്ലോ? മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മിസ്സായി പോയാലൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ക്യാപിറ്റൽ ടീസ് ഇതിനൊക്കെ പറഞ്ഞ് കുട്ടികൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ക്യാപിറ്റൽ ടിയും ഇവിടെയുള്ള ആൾക്കാർ ഇപ്പുറത്താണല്ലോ, അതായത് ഇവിടെയുള്ള ആൾക്കാർ ഇവിടേക്ക് പോകും, ഇവിടെ ഇങ്ങനെ പരസ്പരം അങ്ങനെ ഇങ്ങനെയാണല്ലോ കുട്ടികളുണ്ടാവുക. അപ്പോൾ ഈ ക്യാപിറ്റൽ ടി അങ്ങോട്ട് പോയി. അപ്പോൾ ക്യാപിറ്റൽ ടി ഒരു കുട്ടി. ഇതേ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും ആയിട്ട് ചെയ്യാലോ. ക്യാപിറ്റൽ ടി സ്മോൾ ടി, അത് തീരുമാനമായി. ഇനി അടുത്ത ആള് ഇയാള് സ്മോൾ ടി ക്യാപിറ്റൽ ടി. എഴുതുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ആണല്ലോ മെയിൻ, അപ്പോൾ ഓൻ ആദ്യം എഴുതാം, അവന് വിഷമാവണ്ട. പിന്നെ സ്മോൾ ടി. ഇനി ഇതിൻ്റെയൊക്കെ ഫീനോടൈപ്പ്, ഇത് ജീനോടൈപ്പ് ആണല്ലോ. ഇത് ഇങ്ങനെ എഴുതുന്നത് ലെറ്ററിൽ എഴുതുന്ന ജീനോടൈപ്പ്, ഇതിൻ്റെ ഫീനോടൈപ്പ് പറയാം. ഇതെന്താ? ക്യാപിറ്റൽ ടി ടോള്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോള്.
രണ്ടും ചെറുതായാൽ മാത്രമേ എന്താവുള്ളൂ, ഡ്വാർഫ് അഥവാ റെസസീവ് ട്രേറ്റ് ആവുള്ളൂ. 3:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് കിട്ടിയത്. മോണോ ഹൈബ്രിഡ് 3 ടോളായാലും 1 ഡ്വാർഫ്. മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ, ഫീനോട്ടിപ്പിക് അല്ലെങ്കിൽ ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ 3:1 എന്ന് പറയും. ഇതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഓക്കെ ആണല്ലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് അത്രയും വീഡിയോ വലുതാവും. അതുകൊണ്ട് പറയാട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വർക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നീട് തരണ്ട്. കണ്ടോ, ടെക്സ്റ്റിലുള്ള സാധനമാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. കണ്ടോ, ടോള് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് ടോളായി 3:1 റേഷ്യോ. ഉയരം കൂടിയത് ഉയരം കുറഞ്ഞത്, മലയാളത്തിൽ അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ. ഗ്യാമേറ്റിനെ മലയാളത്തിൽ ബീജകോശങ്ങൾ എന്നാണ് പറയാ. മാതൃസസ്യങ്ങൾ. ഉയരം കൂടിയത് ഉയരം കുറഞ്ഞത് 1ാം തലമുറയുടെ സ്വപരാഗണം അഥവാ സെൽഫ് പോളിനേഷൻ. മോണോഹൈബ്രിഡ് ക്രോസ് അത്രയേ ഉള്ളൂ. ഇനി മൂപ്പര് ചെയ്ത പരിപാടിയാണ് ഇതൊറ്റ സ്വഭാവത്തിനെ എടുത്തത് അല്ലേ. ഉയരം എന്ന് പറഞ്ഞ ഒരൊറ്റ സ്വഭാവത്തിന് അദ്ദേഹം എടുത്തത്. ഇനി അദ്ദേഹം എടുക്കാൻ പോകുന്നത് 2 സ്വഭാവങ്ങളെയാണ്. ഡൈ ഹൈബ്രിഡ് ക്രോസ്. പണി എളുപ്പമാണ്, ഇതൊന്നും നോക്കി കൺഫ്യൂഷൻ ആവണ്ട, ടീച്ചർ പറഞ്ഞു തരാം. Inheritance of 2 pairs of contrasting trait of the same plant. Inheritance of only 1 pair of contrasting trait. ഇവിടെ 2 പെയർ എടുത്തു. എളുപ്പത്തിൽ പറഞ്ഞാല് അവിടെ മൂപ്പരെടുത്തത് ടോളും ഡ്വാർഫും ആയിരുന്നു. ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തു, ഉയരം കൂടിയ ചെടി, അതിന്റെ വിത്ത് ഉരുണ്ട വിത്ത്. ചിത്രത്തിൽ കണ്ടോ? ഉയരം കുറഞ്ഞ ചെടി, അതിന്റെ വിത്ത് ചുങ്ങിയ വിത്ത്. 2 വെറുതെ എന്തിനല്ലേ കോംപ്ലിക്കേറ്റഡ് ആക്കും. 2 സ്വഭാവങ്ങൾ എടുത്ത് ചെയ്തു. എന്താണ് അദ്ദേഹം ചെയ്തത് നമുക്ക് നോക്കാം. എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞ പോലെ എഴുതണം കേട്ടോ. നിങ്ങൾ എപ്പോഴും പാരന്റ് പ്ലാന്റ്സിന്റെ ഫീനോടൈപ്പ് ആദ്യം എഴുതുക. എപ്പോഴും ഇങ്ങനെ തന്നെ എഴുതുക കേട്ടോ. പാരന്റ് പ്ലാന്റ്സിന്റെ ഫീനോടൈപ്പിൽ എന്താണ് പാരന്റ്? ടോള് ആൻഡ് റൗണ്ട് സീഡ്സ്. ക്രോസ് ഡ്വാർഫ് ആൻഡ് ഉയരം കുറഞ്ഞ ചുങ്ങിയ വിത്ത് കേട്ടോ. മലയാളം മീഡിയക്കാർ വാക്കോർക്കണേ. ഡ്വാർഫ് ആൻഡ് റിങ്കിൾഡ്, ഉയരം കുറഞ്ഞ ചുങ്ങിയ വിത്ത്. മറ്റേത് ഉയരം കൂടിയ ഉരുണ്ട വിത്ത്. ഇനി ഇതിന്റെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതുക. ഓക്കെ. ജീനോടൈപ്പ് ഉയരം കൂടിയത് പ്യുവറാണ്. അപ്പൊ എന്താ എഴുതുക? ക്യാപിറ്റൽ ടി. മാത്രം മതിയോ? പോരാ. റൗണ്ട് സീഡ്സ് എന്താണ്? പ്യുവറാണ്. നമുക്ക് ഇഷ്ടമുള്ള ലെറ്റർ കൊടുക്കുക. അവിടെ നമ്മൾ R കൊടുക്കുകയാണ്. ക്യാപിറ്റലാണ്, കാരണം എന്താണ്? മെയിൻ ആണ്. ക്യാപിറ്റൽ R. അതൊക്കെ പരീക്ഷയ്ക്ക് ഇതൊക്കെ തരും, അല്ലെങ്കിൽ ഒരു പ്രത്യേകം പറയും. ഹോമോലോഗസ്, ഹെറ്ററോലോഗസ്, അല്ലെങ്കിൽ ഡോമിനന്റ്. ഇതൊക്കെ ഡോമിനന്റ് ട്രേറ്റ് ആണ്. ഡോമിനന്റ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടാൽ തന്നെ ക്യാപിറ്റലാണ്. ഡോമിനന്റില് ഹോമോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരേപോലെ, ഹെട്രോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യസ്തം. അപ്പോൾ അപ്പോൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഇതാണല്ലോ, ഇത് ഡോമിനന്റ് ആണല്ലോ. ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ. വാക്കുകൾ ഓർത്ത് വെച്ചോ, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ. ഡോമിനന്റ് പഠിക്കാൻ എളുപ്പത്തിനുള്ള ഷോർട്ടാണ്. ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആണ് എഴുതേണ്ടത്. എഴുതാൻ പറയുമ്പോൾ നിങ്ങളോട് ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതേമാതിരി എഴുതുക. ടോളാണോ ഷോർട്ടാണോ എന്ന് അക്ഷരത്തിൽ എഴുതാം. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ലെറ്ററിൽ എഴുതാം. ജീനോടൈപ്പ് എഴുതാൻ പറയുമ്പോൾ ലെറ്ററിൽ എഴുതാൻ പറയുമ്പോൾ ചിലപ്പോൾ ക്ലൂ തരും. ടോൾ ആൻഡ് ഡ്വാർഫ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഹോമോലോഗസ് അല്ലെങ്കിൽ ഹോമോസൈഗസ് അല്ലെങ്കിൽ ഹോമോ എന്ന് പറഞ്ഞ വാക്ക് കേട്ടാൽ 2 ലെറ്ററും ഒന്നാണ്, ഒരേ ലെറ്റർ ആണെന്നാണ് അർത്ഥം. ഹെറ്ററോ എന്ന് കേട്ടാൽ 1 ലെറ്റർ 2 ലെറ്ററും 2 ആയിരിക്കും. ഡോമിനന്റ് എന്ന് കേട്ടാൽ ക്യാപിറ്റൽ ലെറ്റർ ആണ്. റെസസീവ് എന്ന് കേട്ടാൽ സ്മോൾ ലെറ്റർ ആണ്. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇതിനെ നമ്മൾ പറയാം ഡോമിനന്റ് ഹോമോസൈഗസ് ആണ്. ഹോമോയാണ്, 2 ഒരേ മാതിരിയാണ്. ഇതെന്താ? ഡോമിനന്റ് ഹെട്രോസൈഗസ് ആണ്. ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ആളായിരിക്കും. ഹെട്രോ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതെന്താണ്? റെസസീവ് ഹോമോസൈഗസ്. റെസസീവ് ആണ്, ഗുപ്ത ഗുണമാണ്. ഓക്കെ. ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ 2 പേരും ഒരേപോലത്തെ ലെറ്റർ ആയിരിക്കും. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും കേട്ടോ. ഇത് സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചുകൊണ്ടു. ഒരു ക്ലൂ പറഞ്ഞത്, ട്രിക്ക് പറഞ്ഞതാട്ടെ ഞാൻ. ഓക്കെ. ക്യാപിറ്റൽ ടി. ഇനി ഇതെന്താണ്? ഡ്വാർഫ് ആണ്. ഡ്വാർഫ് എന്ത് ചെയ്യുന്നു? സ്മോൾ ടി അല്ലേ.
റിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ ഇത് ക്യാപിറ്റൽ ആർ ഇവിടെ സ്മോൾ ആർ. ഓക്കെ, ഇനി നമുക്ക് എഴുതാനുള്ളതാണ് ഗ്യാമേറ്റ് അഥവാ ബീജകോശങ്ങൾ. ഓക്കെ, ബീജകോശങ്ങൾ എഴുതാണ്. 2 ക്യാപിറ്റൽ ടി ഉണ്ട്, അപ്പോൾ ഒറ്റൊന്ന് എഴുതിയാൽ മതി. 2 ക്യാപിറ്റൽ ആർ ഉണ്ട്, അപ്പോൾ ഒറ്റൊന്ന് എഴുതിയാൽ മതി. 2 സ്മോൾ ടി ഉണ്ട്, ഒന്ന് എഴുതുക. 2 സ്മോൾ ആർ ഉണ്ട്, ഒന്ന് എഴുതുക. ഇതാണ് ബീജകോശങ്ങൾ. ഇനി F1 ജനറേഷൻ, 1ാം തലമുറ എന്തായി? ആദ്യം ടി എഴുതാം. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇനി ഇതാണ് ജീനോടൈപ്പ്. ഇനി ഇതിന്റെ ഫീനോടൈപ്പ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ടി വന്നു കഴിഞ്ഞാൽ മറയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതേതാ സ്വഭാവം? ടോളാണ്. ടീന്റെ ടോള്. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ അക്ഷരം വന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കാല്ല അല്ലേ, തീരുമാനമായി. അപ്പൊ ആർ എന്താണ്? ടോൾ റൗണ്ട് സീഡ്സ് ആണ് 1ാം തലമുറ കിട്ടിയത്. ശരിയാവില്ലല്ലോ, ഇയാള് കാണാൻ തന്നെ അല്ലല്ലേ, ഈ ഒരു സ്വഭാവത്തിന് എവിടെയും കാണാനില്ല. അപ്പൊ മെന്റൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? 1ാം തലമുറേനെ സ്വപരാഗണം ചെയ്തു. അതായത് ഇതിനെ ഇതുകൊണ്ട് തന്നെ പരാഗണം ചെയ്തു. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവരെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മെന്റൽ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണേ. നേരത്തെ ചെയ്ത സാധനം തന്നെ, അക്ഷരങ്ങൾ കുറച്ച് കൂടുന്നുണ്ട് തന്നെ ഉള്ളൂ. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം. അപ്പോൾ ഞാൻ അത് മായ്ക്കാണ്. എഴുതി വെച്ചോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, എഴുതി വെച്ചോ. ഇനി അതെങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോണത്. അതിൻ്റെ ബാക്കി F1 ജനറേഷനെ ക്രോസ് പോളിനേറ്റ് ചെയ്തല്ലോ അല്ലേ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതിൽ നിന്ന് നമുക്ക് ഗ്യാമേറ്റുകളെ എടുത്തെഴുതണം. ഗ്യാമേറ്റുകളെ ഇവിടെ ഇത്രയും അക്ഷരം ഉണ്ടായതുകൊണ്ട് അല്ലേ, ഇതിന് എടുത്തെഴുതൽ എങ്ങനെയാ വെച്ചാൽ ഇതാണ് ഗ്യാമേറ്റുകൾ. ഇതൊക്കെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, അത് തീരുമാനമായി. സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. മനസ്സിലായോ? ഇതാണ് ബീജകോശം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, അതൊന്ന്. അതേ ക്യാപിറ്റൽ ടി കൊണ്ട് ഇതിനെയും ചെയ്യാം. ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, നേരത്തെ ചെയ്ത സാധനം തന്നെ. സ്മോൾ ടി സ്മോൾ ആർ. ഇത്രയും ബീജകോശങ്ങളുണ്ട് നമുക്ക്. അതായത് ഏതെങ്കിലും ഒന്നൊന്നും എടുത്താൽ മതി. 2 വരുന്നതുകൊണ്ട് 2 എന്താണ്? ഇതൊക്കെയാണ് ബീജകോശങ്ങൾ. അത്രയാണ് ബീജകോശം. 8 ബീജകോശങ്ങളുണ്ട്. പിന്നെ എല്ലാത്തിനെയും പാടെ എങ്ങനെ കുട്ടികളാക്കുക? അതാണ് ടെക്സ്റ്റിൽ ഈ തന്നിട്ടുള്ള ഈ ബോക്സ്. നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ സാധനം തന്നെ. ഇനി ഇതൊന്ന് നോക്കി നോക്കുക, പെട്ടെന്ന് മനസ്സിലാവും. കണ്ടോ, ക്യാപിറ്റൽ ടി കണ്ടോ, ക്യാപിറ്റൽ ടി ഇതാണ് ചെയ്തത്. ഈ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ദാ ഒരു ബീജകോശം. ക്യാപിറ്റൽ ടി സ്മോൾ ആർ ദാ രണ്ടാമത്തെ ബീജകോശം. സ്മോൾ ടി ക്യാപിറ്റൽ ആർ. നോക്ക് അടുത്തത്. സ്മോൾ ടി സ്മോൾ ആർ ദാ അടുത്തത്. ആ സെയിം സാധനത്തിനെ അതേ ഓർഡറിന് താഴത്തേക്കും എഴുതി. അതാണ് അവിടെ ഉള്ളത്. ഇനി ചെയ്യാനുള്ള കാര്യം എന്താണ്? ഇതിനെ ഇങ്ങനെ ബോക്സ് ഇതേപോലെ ആക്കുക. ബോക്സിന്റെ മുകളിൽ വേണമെങ്കിൽ ഇത് ഇങ്ങനെ ഒരു കള്ളിയും കൂടെ വരച്ചോണ്ട് കേട്ടോ, ഇങ്ങനെ കൺഫ്യൂഷൻ ആവാതിരിക്കാനേ. ബോക്സിന്റെ മുകളിൽ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് എടുത്തെഴുതുക. ഇങ്ങനെ എടുത്തെഴുതുക, ഇങ്ങനെയാണ് എഴുതുക. ഇങ്ങനെയാണ് ബോക്സ് വരിക. കണ്ടോ, ഇങ്ങനെ 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 ഇങ്ങനെ, അതേപോലെ ഇങ്ങനെ 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 ഇങ്ങനെ, ഇതും 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 ഇതും. കൺഫ്യൂഷനുള്ള ആൾക്കാർക്കാണ് കേട്ടോ. ഇതും 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 ഇതും. ഓക്കെ, അങ്ങനെ എഴുതാം. അങ്ങനെ ഫില്ല് ചെയ്യാൻ പറഞ്ഞുതരാം. കണ്ടോ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ അതാണ് ഇവിടെ വന്നത്. ഇനി നമുക്ക് അടുത്ത എഴുതാം. നിങ്ങൾ നോക്കിക്കോട്ടോ. ഇതും ഇതുമാണ് നോക്കേണ്ടത്, ഇവിടെയാണ് എഴുതേണ്ടത്. നോക്കിക്കോ. ആദ്യം ക്യാപിറ്റൽ ടി കണ്ട ക്യാപിറ്റൽ ടി എഴുതണമല്ലോ. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. കണ്ടില്ലേ? എൻ്റെ ഫിനോടൈപ്പ് നമുക്ക് ലാസ്റ്റ് എഴുതല്ലേ. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഫിനോടൈപ്പ് എഴുതാൻ പഠിക്കാം. ഇനി അടുത്തത് നോക്ക്. അടുത്തത് ഇതും ഇതും ഇവിടെയാണ് വരുന്നത്. എഴുതാം. ക്യാപിറ്റൽ ടി കണ്ട ആദ്യം ക്യാപിറ്റൽ ടി എഴുതാം. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ. അടുത്തത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അടുത്തത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ
capital T, small r, capital T, small t, capital R, small r, capital T, small r, capital T, small t, capital R, capital T, small t, capital R, small r, small t, capital R, small t, capital R, small r, capital T, small t, capital R, small r, capital T, small t, small r, small t, capital R, small r, small t, capital R. മനസ്സിലായില്ലേ? ഇത് എങ്ങനെ മനസ്സിലായില്ലേ? നീ ഇതിൻ്റെയൊക്കെ ഫീനോടൈപ്പ് എഴുതണം മക്കളെ. അപ്പോൾ ഫീനോടൈപ്പ് എങ്ങനെ എഴുതാം? ആദ്യം ഇയാളത് നോക്കാം. ക്യാപിറ്റൽ ടി വന്നു കഴിഞ്ഞാൽ അയാൾ എന്തായി? ടോളായില്ലേ? ഓ ഇവിടെ വായിക്കട്ടെ. ക്യാപിറ്റൽ ടി വന്നാൽ ടോള്. അതേപോലെ ക്യാപിറ്റൽ ആർ ഒറ്റൊന്ന് വന്നാൽ മതി, ക്യാപിറ്റൽ അക്ഷരം ഒറ്റൊന്ന് വന്നാൽ മതി. മറക്കെന്ന് പറഞ്ഞു അല്ലേ? ക്യാപിറ്റൽ അക്ഷരം ആർ എന്താണ് റൗണ്ടാണ്. അപ്പൊ ഇതോ ക്യാപിറ്റൽ ടി ഒറ്റൊന്ന് വന്നാൽ മതി, ടോള്. ക്യാപിറ്റൽ ആർ പറയാൻ തന്നെ അല്ല, റൗണ്ട്. ഇത് നോക്ക്, ഇതോ സെയിം സാധനം, ടോള്. ക്യാപിറ്റൽ ടി ഒറ്റൊന്ന് വന്നാൽ മതി. ക്യാപിറ്റൽ അക്ഷരം ഒറ്റൊന്ന് വന്നാൽ പിന്നെ അയാളാണ് മെയിൻ, അത് ഓർക്കുക. ക്യാപിറ്റൽ ടി ടോള്, റൗണ്ട്. ഇതോ ക്യാപിറ്റൽ ടി അപ്പൊ അത് ടോള്. സ്മോൾ ആർ ഒരുമിച്ച് വന്നാൽ മാത്രമേ റിങ്കിൾഡ് ആവുള്ളൂ. അപ്പൊ റിങ്കിൾഡ്. ഇതോ ടോള്, റൗണ്ട്. ടോള് വീണ്ടും റിങ്കിൾഡ്, ഒരുമിച്ച് വന്നില്ലേ? ഇവിടെയോ ടോള്, റൗണ്ട്. സി സ്മോൾ ടി വന്നപ്പോ ഡ്വാർഫ്. ക്യാപിറ്റൽ ആർ റൗണ്ട്. വീണ്ടും സ്മോൾ ടി ഡ്വാർഫ്, റൗണ്ട്. ഇതോ ടോള്, റൗണ്ട്. സ്മോൾ ആർ വന്നപ്പോ റിങ്കിൾഡ്. ഡ്വാർഫ്, റൗണ്ട്. ഡ്വാർഫ്, റിങ്കിൾഡ്. സി മലയാളം മീഡിയംകാര് വാക്കൊക്കെ മാറ്റി എഴുതുക. ചെറുത്, ചുങ്ങിയത്, ഉയരം കുറഞ്ഞത്, ചുളുങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ റേഷ്യോ നോക്കാം. ഓക്കെ, റേഷ്യോ ആരൊക്കെ എത്ര ഉണ്ട് നോക്കാം. മൊത്തം 16 ആൾക്കാരാണല്ലോ ഉള്ളത്. മൊത്തം 16 കള്ളി ഉണ്ടല്ലോ. ഇതില് ആരൊക്കെ എത്ര ഉണ്ട് നോക്കട്ടോ. ഫസ്റ്റത്തെ പലതരം ഉണ്ട്. ടോൾ ആൻഡ് റൗണ്ട് സീഡ് കിട്ടി, ഇത് കിട്ടി. ഡ്വാർഫ് ആൻഡ് റിങ്കിൾഡ് സീഡ് കിട്ടി. ഇതിന്റെ ഒരു മിക്സും കിട്ടി അല്ലേ? ടോൾ ആൻഡ് റിങ്കിൾഡ് സീഡും കിട്ടി. അതേപോലെ ഡ്വാർഫ് ടോള് റിങ്കിൾഡ് സീഡും കിട്ടി. ഡ്വാർഫ് റൗണ്ട് സീഡും കിട്ടി നമുക്ക് അല്ലെ? 4 തരം കിട്ടി. അപ്പൊ ഇത് 4 തരത്തിൽ ആരൊക്കെ എത്ര ഉണ്ട് നോക്കാം. ആദ്യം നമുക്ക് ടോൾ ആൻഡ് റൗണ്ട് നോക്കാം. നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ ടോൾ ആൻഡ് റൗണ്ട് നമുക്ക് 9 എണ്ണം കിട്ടും. അതേപോലെ ടോൾ ആൻഡ് റിങ്കിൾഡ് നമുക്ക് 3 എണ്ണം കിട്ടും. എണ്ണി നോക്കണേ. അതേപോലെ ഡ്വാർഫ് ആൻഡ് റൗണ്ട് നമുക്ക് 3 എണ്ണം കിട്ടും. ഡ്വാർഫ് ആൻഡ് റിങ്കിൾഡ് നമുക്ക് ആകെ ഒറ്റൊന്നേ കിട്ടുള്ളൂ. അപ്പൊ F2 റേഷ്യോ എന്ന് പറയുന്നത് ഡൈഹൈബ്രിഡ് ക്രോസിന്റെ സെക്കൻഡ് ജനറേഷനിലെ റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1 ഓക്കെ. ഡൈഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ ചോദിച്ചാൽ 9:3:3:1. മലയാളം മീഡിയംകാർ മലയാളത്തിൽ എന്തായാലും നോക്കണേ. 9 എന്ന് പറയുമ്പോൾ ടോൾ ആൻഡ് റൗണ്ട്, ടോൾ ആൻഡ് റിങ്കിൾഡ്, ഡ്വാർഫ് റൗണ്ട്, ഡ്വാർഫ് റിങ്കിൾഡ്. ഇങ്ങനെ. മോണോഹൈബ്രിഡിന്റെ എന്തേന്നു റേഷ്യോ? മോണോഹൈബ്രിഡിന്റെ റേഷ്യോ മറക്കരുത്. മോണോഹൈബ്രിഡിന്റെ റേഷ്യോ 3:1. 3 ടോളും ഉണ്ടായിരുന്നു, 1 ഡ്വാർഫും ഉണ്ടായിരുന്നു. മറക്കരുത്. ഓക്കെ, അപ്പൊ ആ റേഷ്യോ മറക്കാതെ ചെയ്യാം. ഓക്കെ, അത് ഓർത്ത് വെക്കണം കേട്ടോ. മോണോഹൈബ്രിഡ് 3:1, ഡൈഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ 9:3:3:1. മൊത്തം 16 ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൽ നിന്ന് മെന്റൽ കണ്ടുപിടിച്ച അനുമാനങ്ങൾ എന്തൊക്കെയാണ്? വെൻ 2 or more different traits are combined. 2ൽ കൂടുതൽ ട്രേറ്റ്സിനെ കൂട്ടിച്ചേർത്തു അല്ലെ? 2ഓ അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ
Each trait is inherited independently to the next generation without mixing each other. മിക്സ് ആവുന്നില്ല എന്ന്. ടോളും റൗണ്ടും കൂടി ചേർന്നിട്ട് ഇന്റർമീഡിയറ്റ് വന്നിട്ടില്ല. റിങ്കിൾഡും ടോളും ഡോർഫും കൂടി ചേർന്നിട്ട് ഇന്റർമീഡിയറ്റ് വന്നില്ല. അതേപോലെ ചുളുങ്ങിയതും ഉരുണ്ട വിത്തും റിങ്കിൾഡും റൗണ്ടും കൂടി ചേർന്നിട്ട് വേറെ ഒന്നും വന്നിട്ടില്ല. ഒന്നെങ്കിൽ റൗണ്ട് അല്ലെങ്കിൽ റിങ്കിൾഡ്, എല്ലാം കൂടെ മിക്സ് ആയിട്ട് അവിയൽ പരിവാവുന്നില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത്. ഓക്കെ. A pair of alleles in an organism does not influence the separation of another pair of alleles. ഒരു പെയർ അല്ലീൽ, ഇപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, സ്മോൾ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ അല്ലീലുകൾ. ഇതൊന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് വേറെ പല കോലമൊന്നും ആവുന്നില്ല. ഇങ്ങനത്തെ മിക്സിങ് നടക്കുന്നില്ല എന്നാണ് ആര് പറഞ്ഞത്? മെൻഡൽ പറഞ്ഞത്. രണ്ടോ അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരില്ല എന്നുള്ളത് ഓർത്തു വെക്കുക. സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പാരൻസിന്റെ സ്വഭാവങ്ങള് F1 ജനറേഷനിൽ നമ്മൾ കണ്ടില്ലല്ലോ. ആ ഡ്വാർഫ് F1 ജനറേഷനിൽ കണ്ടെന്നല്ല, F2 ജനറേഷനിലാണ് അത് കണ്ടത്. അതിന് കാരണം മിക്സിങ് നടക്കാത്തതാണ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കായി കഴിയണേ. മെന്റലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെ നമ്മൾ നോൺ മെന്റലിന് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു. മെന്റൽ പറഞ്ഞു മിക്സിങ് ഇല്ല എന്നല്ലേ, മിക്സ് ആവുന്നില്ല എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. മിക്സ് ആവുന്നുണ്ട് ഗൈസ്. അപ്പൊ മെന്റലിന് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എല്ലാത്തിനും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയതാണ് നോൺ മെന്റലിന് ഇൻഹെറിറ്റൻസ്. 4 ഉണ്ട്, 4 പഠിക്കാം. അതിൽ ഒന്നാമത്തേതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഞാൻ വെട്ടിലെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്? ഇതിനെയാണ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് 4 മണിച്ചെടി. നിങ്ങളൊക്കെ വീടിൻ്റെ അടുത്തുണ്ട്, ഒരു കറുത്ത വിത്തൊക്കെ ഉണ്ടാവും. 4 മണിച്ചെടി. ഈ 4 മണിച്ചെടി വെള്ളയുണ്ട്, ചുവപ്പുണ്ട്. മെന്റലിന്റെ ഒരു കണക്ക് പ്രകാരം വെള്ളയും ചുവപ്പും കൂടി ചേർന്നാൽ ഒന്നെങ്കിൽ വെള്ളം ഉണ്ടാവണം, അല്ലെങ്കിൽ ചുവപ്പ് ഉണ്ടാവണം. ശരിക്കും നേച്ചറിൽ വെള്ളയും ചുവപ്പും കൂടി ചേർന്നാൽ പിങ്ക് ഉണ്ടാവും. അപ്പൊ മെന്റൽ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പയർചെടിയിൽ ഇതാക്കിയത് എന്താ? ചില എക്സ്പെരിമെന്റ്സിൽ എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ എക്സെപ്ഷൻ ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് ഇഫ് എ റെഡ് 4 o'clock plant is hybridized with a white flowered plant, result offspring will have pink flower. ചുവപ്പും വെള്ളയും കൂടി ചേർന്ന പിങ്ക് ഉണ്ടാവും. മെന്റൽ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതിന്റെ റീസൺ പഠിച്ചു വെക്കുക കേട്ടോ. റീസൺ, പ്രതിഭാസം, പെക്യുലാരിറ്റി പഠിച്ചു വെക്കുക. റീസൺ, കാരണങ്ങളും പഠിച്ചു വെക്കുക. എന്താ കാരണം? എ ഡോമിനന്റ് അല്ലീൽ cannot fully hide the allele of the recessive trait. പ്രകട ഗുണത്തിന്റെ അല്ലീലിനെ ഗുപ്ത ഗുണത്തിന്റെ അല്ലീലിനെ പൂർണ്ണമായും മറക്കാൻ സാധിക്കുന്നില്ല. അവിടെ അപ്പുറത്ത് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു എന്ത്? ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ ഇങ്ങനെ മറച്ചു വെക്കുന്നു പറഞ്ഞു. ഇവിടെ ഈ പൂവിന്റെ കേസിൽ, ഈ പിങ്ക് പൂവിന്റെ കേസിൽ ഇവിടുത്തെ ഡോമിനന്റ് അല്ലീൽ ഉണ്ടല്ലോ, പ്രകട ഗുണം, അത് മുഴുവൻ മറക്കൂല, പകുതി മറക്കും. അപ്പൊ ബാക്കിലിരിക്കുന്ന റെസസീവ് അല്ലീല് ഗുപ്ത ഗുണം മെല്ലെ തലയിട്ട് ഇങ്ങോട്ട് നോക്കും. അപ്പൊ വെള്ളയായില്ല, ചുവപ്പുറ്റായില്ല, ഇതിന്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു പിങ്ക് വന്നു. അതിന് കാരണം ഇതാണ്, ഡോമിനന്റ് ആയിട്ടുള്ള ട്രേറ്റ്. അതാണല്ലോ മെയിൻ. ഡോമിനന്റ് ട്രേറ്റിന് ബാക്കിലുള്ള റെസസീവ് ട്രേറ്റിന് വല്ലാണ്ട് മറക്കാൻ സാധിച്ചില്ല. അപ്പൊ വെള്ളറ്റായുമില്ല, ചുവപ്പറ്റായില്ല, അതിന്റെ ഇടനടു പിങ്കായി. മനസ്സിലായില്ലേ? ഓക്കെ, രണ്ടാമത്തേതാണ് കോഡോമിനൻസ്. വാവ്, നമ്മളെ മറ്റേ പരസ്യത്തിലൊക്കെ കാണുന്ന പശു, പുള്ളിപ്പശു. ഈ പുള്ളിപ്പശുവിന്റെ ഈ കളറിനെ വിളിക്കുന്ന പേര് പുള്ളിപ്പശു എന്നല്ല, റോൺ കോട്ട് എന്നാണ്. ആ കോട്ടിനെ വിളിക്കുന്ന പേരാണ് റോൺ. ഓക്കെ, റോൺ മറക്കരുത്. റോൺ കോട്ട് പാറ്റേൺ ഫൗണ്ട് ഓൺ സം കാറ്റിൽ ആൻഡ് ഹോഴ്സ്. ചില കുതിരയിലും ചില ഇതിലും കാണുന്നുണ്ട്. അതായത് പശുക്കളിലും കാണുന്നുണ്ട്, കാറ്റിൽസിലും കാണുന്നുണ്ട്. അതെന്താ വെച്ചാല് അമ്മ വെള്ളയും അച്ഛൻ കാപ്പിയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവണത് ഇങ്ങനെയായി. അതിന് കാരണം കോഡോമിനൻസ് ആണ്. ഇവിടെ എന്താണ്? കാപ്പിയും വെള്ളയും കൂടി ചേർന്നിട്ട് ഓറഞ്ച് ഒന്നും ഉണ്ടായില്ലല്ലോ, ഇല്ല. 2 പേരും തല്ലൊന്നും കൂടാതെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവുക. ഡോമിനന്റ് ട്രേറ്റ്, ഡോമിനന്റ് ആയിട്ടുള്ള ആള് മുന്നിലും റെസസീവ് ആയിട്ടുള്ള ബാക്കിലും ആണല്ലോ പൊതുവെയുള്ള നിയമം. ഇവിടെ ചില കേസിൽ 2 പേരും ഈക്വലാവും. ഡോമിനന്റ് പറയും ഞാൻ അവിടെ നിൽക്കാം, റെസസീവും ഡോമിനന്റും ഒരേപോലെ ഈക്വലി ഷോ ചെയ്യും.
കോഡോമിനൻസ്, കോഓപ്പറേഷൻ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. രണ്ടുപേരും കോപ്പറേറ്റ് ചെയ്തിട്ട് എനിക്കോ അങ്ങനെ ഞാൻ മാത്രം മെയിൻ ആവണ്ട, ഈ മെയിൻ ആയിക്കോ എന്ന് പറഞ്ഞിട്ട് രണ്ട് ട്രേറ്റും ഷോ ചെയ്യും. ഡോമിനന്റ് ട്രേറ്റും റെസസീവ് ട്രേറ്റും ഒരുപോലെ നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? കോഡോമിനൻസ്. കോപ്പറേറ്റ് ചെയ്യുക, കോഡോമിനൻസ് എന്ന് പറയാം. അടുത്തതാണ് മൂന്നാമത്തെയാണ്, തീരാനായ മൂന്നാമത്തെയാണ് മൾട്ടിപ്പിൾ അലീലിസം. മൾട്ടിപ്പിൾ അലീലിസത്തിന് ഒരു എക്സാമ്പിൾ പഠിക്കുക, റീസൺ പഠിക്കുക, അതിന്റെ പെക്കുലേറ്റ് പഠിക്കുക. മൾട്ടിപ്പിൾ അലീലിസത്തിന് പ്രത്യേകതയാണ്, എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? A ഉണ്ട്, B ഉണ്ട്, O ഉണ്ട്, AB ഉണ്ട് അല്ലെ. നമ്മുടെ മനുഷ്യന്മാരുടെ ബ്ലഡ് ഗ്രൂപ്പ്, ഈ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിന് കൂട്ടി വിളിക്കുന്ന പേരാണ് ABO രക്തഗ്രൂപ്പ് അഥവാ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഇതാണ് ഇങ്ങനെയാണ് നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവുക. IA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലീലുണ്ട് നമ്മുടെ ഒരു ജീനിന്. ബ്ലഡിന്റെ ഫോർമേഷനിലുള്ള ജീനിൽ ഉണ്ടാകുന്ന IA എന്ന് പറഞ്ഞ ആന്റിജൻ Aനെ ഉണ്ടാക്കും. IB ആന്റിജൻ Bനെ ഉണ്ടാക്കും. I എന്ന് പറഞ്ഞ ഒരു അലീല് ആന്റിജൻ A ഉണ്ടാക്കൂല. ഇവിടെ നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് ഇങ്ങനെയാണ്, ഇതാണ് കാണുന്നത്. A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാരുടെ ശരീരത്തിൽ IA എന്ന് പറഞ്ഞിട്ടുള്ള അലീലായിരിക്കും ഉണ്ടാവുക. AB ആണെന്നുണ്ടെങ്കിൽ IA ഉണ്ടായിരിക്കും, IB ഉണ്ടായിരിക്കും. A ആണെങ്കിൽ കണ്ടോ, A ബ്ലഡ് ഗ്രൂപ്പ് ഇങ്ങനെ ഉണ്ട്. IA സ്മോൾ I വന്നാലും IA വന്നാലും അങ്ങനെയാണ് വരിക. കണ്ടോ, B ഗ്രൂപ്പ്. O ഗ്രൂപ്പിൽ എന്തില്ല? ആന്റിജൻ ഇല്ല. O ഗ്രൂപ്പുകാർ എന്താണ്? I ആണ്. ഓക്കെ, അതുകൊണ്ടാണ് O ഗ്രൂപ്പർക്ക് എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നത്. ഇത് നമ്മൾ പഠിക്കട്ടോ, നമ്മൾ 6ാമത്തെ പാഠത്തിൽ നല്ല വ്യക്തമായി പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തോണ്ടിപ്പോണത്. ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. ദ ജീൻ ദാറ്റ് ഡിറ്റർമൈൻസ് ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീങ്സ് ഹാസ് മോർ ദാൻ 2 അലീൽ. 2 അലീലിനെ കുറിച്ച് അത്ര നേരം പറഞ്ഞത് അല്ലേ? ഒന്നെങ്കിൽ ക്യാപിറ്റൽ T സ്മോൾ t, ക്യാപിറ്റൽ T സ്മോൾ t. മനുഷ്യന്മാരുടെ കേസിൽ 3 അലീലുണ്ട്. നോക്കാം, 3 അലീലുണ്ട്. ഇത്ര നേരം ക്യാപിറ്റൽ T പറഞ്ഞിട്ട് ഇപ്പൊ 3 ഉണ്ട് ഞങ്ങൾ പറയണേ അല്ലേ? ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു വെക്കുക. അപ്പൊ തൽക്കാലത്തിന് ഇത് നമ്മൾ 6th ചാപ്റ്ററിൽ പഠിക്കും. 3 അലീലുണ്ട്. 3 അലീലും എന്ത് ചെയ്യും? ഷോ ചെയ്യും. 3 അലീലും പല രീതിക്ക് ഷോ ചെയ്യും. അതിനാണ് മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത്. രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് മനുഷ്യഗണത്തിൽ 2ൽ കൂടുതൽ അലീലുണ്ട്. ഇത്ര നേരം 2 അലീലിന്റെ പഠിച്ച 2 കൂടുതൽ ഉണ്ടായതുകൊണ്ട് അത് നമ്മൾ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയും. 3 ആൾക്കാരും കൂടെ കൂടി ചേർന്നിട്ടാണ് നിങ്ങളെ ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നത്. അല്ലാതെ 2 ക്യാപിറ്റൽ T പറഞ്ഞ പോലെ അല്ല. ലാസ്റ്റ് വണ്ണാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. നമ്മൾ പറഞ്ഞു, ഒന്നെങ്കിൽ നീണ്ട മുടിയും ചുരുണ്ട മുടിയും കൂടി ചേർന്നിട്ട് നീണ്ട മുടി ഉണ്ടാവും, അല്ലെങ്കിൽ ചുരുണ്ട മുടി ഉണ്ടാവും, ഇടനടും ഉണ്ടാവില്ല. കറുത്ത മനുഷ്യനും വെളുത്ത മനുഷ്യനും കൂടി ചേർന്നാല് കറുത്ത കുട്ടിയോ വെളുത്ത കുട്ടിയോ ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ പലതരം കളറുകളാണ്. അതിനെയാണ് നമ്മൾ പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഡിഫറൻസ് ഇൻ സ്കിൻ കളർ. പോളിജെനിക് ഇൻഹെറിറ്റൻസിന് ഇതാണ് പ്രതിഭാസം. ഈ പ്രതിഭാസത്തിന് ഉദാഹരണമാണ് ത്വക്കിന്റെ നിറവ്യത്യാസം അഥവാ ഡിഫറൻസ് ഇൻ സ്കിൻ കളർ. കാരണം more than one gene controls the color of the skin. The action of these genes cause variation in production of melanin that causes difference in skin color. നമ്മുടെ തൊലിന്റെ കളറിന് പലതരം ജീന് തീരുമാനിക്കുന്നുണ്ട്. അതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മളെ മെലാനിന്റെ അളവ് മാറുക. മെലാനിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ സ്കിന്നിന്റെ കളർ കൂടും. കളർ കൂടുന്ന് പറഞ്ഞാൽ എന്താ? കളർ കൂടുതൽ ആരാണ്? കളർ ഉള്ള ആൾക്കാർ. ബ്ലാക്ക് ആയിക്കൊണ്ടിരിക്കും, ഷെയ്ഡ് അങ്ങോട്ട് പോകും. കളർ കുറവാകുമ്പോഴാണ് വെളുക്കുക. ആരൊരാൾ പറഞ്ഞുണ്ടാക്കിയതാണ് കളർ കുറവ് എന്നുള്ള വെളുപ്പാണ്. കളർ കൂടുന്നത് ആക്ച്വലി എന്താണ്? മെലാനിൻ കൂടുന്നതിനനുസരിച്ച് സ്കിന്നിന്റെ പിഗ്മെന്റ് കൂടും, കളർ കൂടും, കറുപ്പായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇതിനാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് പഠിക്കുക. ഉദാഹരണം പഠിക്കുക, കാരണം പഠിക്കുക. ഇനി ലാസ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് ലാസ്റ്റത്തെ 2 ടോപ്പിക്കാണ് ജനറ്റിക് പ്രോസസ് റെസ്പോൺസിബിൾ ഫോർ വേരിയേഷൻ. എന്തുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത സ്വഭാവങ്ങൾ നിങ്ങൾക്ക് വരുന്നു? 2 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 ക്രോസിംഗ് ഓവർ, 2 മ്യൂട്ടേഷൻ. പഴയ ടെക്സ്റ്റ് ബുക്കുള്ള ആൾക്കാരുടെ ടെക്സ്റ്റിൽ ഈ ചിത്രം ആവൂല, നോക്കി വെക്കുക. പഴയ ചിത്രം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ വർഷം ഇറങ്ങിയ ടെക്സ്റ്റ് ബുക്ക് തൊട്ട് ചിത്രം സിമ്പിൾ ചിത്രമാണ്, ഇതേപോലത്തെ ഒരു ചിത്രമാണ്. അപ്പൊ പഴയ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് മാനം നോക്കിയിരിക്കരുതാരും. ക്രോസിംഗ് ഓവർ എന്താ സംഭവിക്കുന്നത്? സിമ്പിൾ ആയിട്ട് ഒരു ക്രോമസോം അച്ഛൻ്റെയും ഒരു ക്രോമസോം അമ്മേൻ്റെയും ആവും അല്ലേ? അപ്പോൾ ഈ 2 നമുക്ക് ഒരുപാട് ക്രോമസോം ഉണ്ട്. അങ്ങനെയാണ് 46 ക്രോമസോം ഉണ്ടാവണേ. അതിൽ 23 അച്ഛൻ്റെ 23 അമ്മേൻ്റെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവർ 2 പേരുടെ ക്രോമസോം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ക്രോമസോം പുതിയത് ഉണ്ടാവുക. അച്ഛൻ്റെ ക്രോമസോം അമ്മേൻ്റെ ക്രോമസോം ഇങ്ങനെ എടുത്തു വെച്ചിട്ടല്ല നമ്മൾ ഉണ്ടാവുക. 2 പേരെ ക്രോമസോമും കൂടി ചേർന്ന് നമ്മുടെ ശരീരത്തിൽ എത്തിയത് ജോയിൻ ചെയ്തിട്ട് നമുക്ക് പുതിയതാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അച്ഛൻ്റെ അമ്മയ്ക്കും ഇല്ലാത്ത ചില സ്വഭാവം നമുക്ക് ഉണ്ടാവുന്നത്. ഇതിപ്പോൾ അച്ഛൻ്റെ ക്രോമസോം ആണെന്ന് വിചാരിക്കാം. നോക്കിക്കോ. ഓക്കെ, ലാസ്റ്റ് ആണ് ഇത്, ശ്രദ്ധിച്ചു കേട്ടോ. ഇത് അച്ഛൻ്റെ ക്രോമസോം. അച്ഛനമ്മ ആന്ന് വരില്ലേ?
ഓക്കെ, ഇത് ഡാഡ് മം എന്ന് എഴുതട്ടെ നമുക്ക്. ഇത് ഡാഡിന്റെ ക്രോമസോം, ഇത് മമ്മിന്റെ ക്രോമസോം. അപ്പം എന്താ സംഭവിക്കുക, നമ്മൾ ഈ ക്രോമസോം കൂടിച്ചേരുന്ന സമയത്ത് മിയോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. ഊനഭംഗം, നമ്മൾ കോശങ്ങളായിട്ട് വിഭജിക്കുന്ന, നമ്മുടെ ഓരോ സെല്ല് വിഭജിക്കുന്ന സമയത്ത് ഊനഭംഗം അഥവാ മിയോസിസ് ഉണ്ട്. ഈ മിയോസിസിന്റെ സമയത്താണ് ക്രോസിംഗ് ഓവർ നടക്കുക. ഇതിങ്ങനെ വിഭജിക്കുന്ന സമയത്ത് കണ്ടോ, ഈ ചിത്രത്തിൽ നോക്കുക, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ ജോയിൻ ചെയ്യും. ആ ജോയിൻ ചെയ്യുന്ന സെലത്തിനെ വിളിക്കുന്ന പേരെന്താ ചോദിച്ചാൽ അതാണ് കയാസ്മ. ഓക്കെ, കയാസ്മ ജോയിൻ ചെയ്ത് വിളിക്കുന്ന പേരാണ് കയാസ്മ. കയാസ്മ അത് കാണിക്കാതെ എന്താന്ന് ചോദിക്കുക, അപ്പൊ അത് നോക്കുക കേട്ടോ. കയാസ്മ ഫോം ചെയ്യും. കണ്ടോ, അത് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നോക്ക് നേരെ തിരിഞ്ഞു. അച്ഛന്റെ അമ്മേന്റെ ക്രോമസോം ഇതായിരുന്നു. ആ സെയിം ക്രോമസോം കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ ക്രോമസോം ഇതുമാണ്. ഇതുകൊണ്ടാണ് അച്ഛനും അമ്മയ്ക്കും ഇല്ലാതെ ചില വെട്ടക്ക് സ്വഭാവം നമുക്ക് കിട്ടാൻ കാരണം. അത് ആ ചിത്രത്തിനനുസരിച്ചാണ് ഇത് എഴുതിയിരിക്കണേ. കണ്ടോ, ഇതിങ്ങനെയാണ് തന്നിട്ടുള്ളത്. എന്താണ്, പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം കൂടി ചേരുന്നു, കയാസ്മ ഫോം ചെയ്യുന്നു, മുറിയുന്നു, മുറിഞ്ഞ ഭാഗം തിരിഞ്ഞു കൂടി ഒട്ടുന്നു. ഇത് എന്തെന്നു, അലീലുകൾ, നമ്മുടെ ശരീരത്തിലുള്ള അലീലുകൾ മാറുന്നു. അലീലുകൾ മാറുമ്പോൾ പുതിയ സ്വഭാവങ്ങൾ, ന്യൂ ട്രേറ്റ്സ് ഇൻ ദ ഓഫ് സ്പ്രിങ്. ഓക്കെ, പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണം ആകുന്നു. ഇതിനെയാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമാണ് ഊനഭംഗം. ഊനഭംഗത്തിന്റെ സമയത്ത് ഉണ്ടാവുന്ന കാര്യമാണ് ഇത്. ഓക്കെ, ലാസ്റ്റ് വൺ, സ്പൈഡർമാൻ. എന്താ സംഭവിച്ചേ? 8 കലി അടിച്ചു അല്ലേ? 8 കലി അടിച്ചപ്പോ സ്പൈഡർമാന് സൂപ്പർ പവർ കിട്ടി. സൂപ്പർ പവർ കിട്ടാൻ കാരണം 8 കലി അടിച്ചപ്പോൾ സ്പൈഡർമാന്റെ ജീനുകളിൽ ചില റീകോമ്പിനേഷൻ അല്ല, ക്രോസിംഗ് ഓവറാണ് അവിടെ നടക്കുക. ആ ക്രോസിംഗ് ഓവർ എവിടെയാണ്? മിയോസിസിന്റെ സമയത്താണ് നടക്കുക. ജീനുകളിൽ, DNA ജീനുകളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ അതെന്തായി, മ്യൂട്ടേറ്റ് ചില ആൾക്കാർ, ചിലതിനൊക്കെ മ്യൂട്ടേഷൻ സംഭവിച്ചു. ഓക്കെ, അതായത് പെട്ടെന്ന് മാറ്റങ്ങൾ വന്നു. സ്പൈഡർമാൻ ഒരു കുട്ടി ഉണ്ടായ ആ കുട്ടി സ്പൈഡർമാൻ ആവില്ലേ? ആവും. ആ ജീന് ആ അല്ലിയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പൈഡർമാൻ ആവും അല്ലേ? ഓക്കെ, ആ മ്യൂട്ടേഷന് മറ്റൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫാന്റാസ്റ്റിക് ഫോർ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. പുതിയ ഫാന്റാസ്റ്റിക് ഫോർ സിനിമ എന്ത് ചെയ്തു, ഇവര് സ്പേസിൽ പോയി. നല്ല അടിപൊളി സിനിമയാണ്, കാണാത്തൊരു കാണാം. ഇവര് സ്പേസിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് പാർട്ടിക്കിൾസിനോട് എക്സ്പോസ്ഡ് ആയപ്പോൾ അവർക്ക് എന്ത് ചെയ്തു, അവരുടെ അവരുടെ ജനറ്റിക് DNA മാറ്റങ്ങൾ സംഭവിച്ചു. ആ മാറ്റങ്ങൾ പിന്നെ അവർക്ക് കുട്ടികളുണ്ടായി. പുതിയ സിനിമയിൽ അവർക്ക് ഒരു കുട്ടി ഉണ്ടായ കുട്ടിക്കും സൂപ്പർ പവർ ഉണ്ട്. ഓക്കെ, മ്യൂട്ടന്റും ഉണ്ട്, മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. മ്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ മ്യൂട്ടേഷൻ കൊണ്ട് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താണ് മ്യൂട്ടേഷൻ? ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ ഇസ് സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദി ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആകസ്മികമായിട്ട് മറ്റു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുക. സഡൻ ഹെറിറ്റബിൾ, ആകസ്മികമാവുന്നു, തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുക. സ്പൈഡർമാന്റെ കുട്ടി സ്പൈഡർമാൻ. ഓക്കെ, എല്ലാം ഒന്നും അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ സാധ്യത ഉണ്ട്. ഓക്കെ, മ്യൂട്ടേഷന് കാരണം 8 കലി അടിക്കാൻ എഴുതി വെക്കരുത്. എന്താണ് മ്യൂട്ടേഷന് കാരണം? എറേഴ്സ് ഡ്യൂറിങ് DNA റെപ്ലിക്കേഷൻ. നമ്മുടെ DNA റെപ്ലിക്കേഷൻ സംഭവിക്കും. ഓക്കെ, DNA ഇങ്ങനെ എപ്പോഴും DNA റെപ്ലിക്കേറ്റ് ചെയ്ത് മാറിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് എന്തെങ്കിലും മാറ്റം വരുമ്പോൾ ഈ അഡിനിനും തൈമിനും എത്തേണ്ടോടെ തന്നെ എത്തില്ല എന്നുണ്ടെങ്കിലൊക്കെ പ്രശ്നമാണ്. റിയൽ ലൈഫിലുള്ള മ്യൂട്ടേഷൻ ഇത്ര ചൊറുക്കൊന്നും ഉണ്ടാവില്ല. 8 കലി അടിച്ചിട്ട് മറ്റേ സ്പൈഡർമാൻ ആവണതൊന്നും ആവില്ല. റിയൽ ലൈഫിൽ എൻ്റെ എക്സാമ്പിൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് ഇതാണ് DNA ഇരട്ടിക്കൽ ഉണ്ടാകുന്ന തകരാറ്. അല്ലെങ്കിൽ കെമിക്കലുകളോട് എക്സ്പോസ് ചെയ്തിട്ട് ക്യാൻസർ ഒക്കെ ഉണ്ടാവില്ലേ? അത് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് നമ്മുടെ കോശങ്ങൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതാ. ഓരോ കെമിക്കലിനോട് പ്രത്യേക രാസവസ്തുക്കൾ ഉണ്ടാകുമ്പോൾ വികിരണങ്ങൾ, റേഡിയേഷൻ ഉള്ളിടത്ത് പോയി നിൽക്കരുത് എന്നൊക്കെ പറയുന്നതൊക്കെ ഇതൊക്കെ മ്യൂട്ടേഷന് കാരണമാണ്. നമ്മുടെ ഈ അഡിനി, ഇപ്പോൾ മ്യൂട്ടേഷന് ബെസ്റ്റ് എക്സാമ്പിൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ. ഇങ്ങനെയാണ് നിങ്ങളുടെ DNA സീക്വൻസ് പോകേണ്ടതെന്ന് വിചാരിച്ചോ. ഇങ്ങനെയാണ് പോവേണ്ടതെന്ന് വിചാരിക്കാം. അത് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായി, നേരെ തിരിഞ്ഞു, വേറൊന്നും സംഭവിച്ചില്ല. ആ മുകളിലത്തെ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് നോക്കി. ഇത് തിരിഞ്ഞു അല്ലേ? ഇത് ഇങ്ങോട്ടും തിരിഞ്ഞു,
ഇത് ഇങ്ങോട്ടും തിരിഞ്ഞു, ഇതിന് തന്നെ മ്യൂട്ടേഷൻ. ഇങ്ങനെയാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്ന ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? DNA റെപ്ലിക്കേഷൻ സമയത്ത് സൈറ്റോസിന് എത്തുന്നിടത്ത് ഗുവാനിനും എത്തേണ്ടിടത്ത് ആ എത്തേണ്ട സ്ഥലത്ത് സൈറ്റോസിനും വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് മ്യൂട്ടേഷൻ. എന്താ ഇമ്പോർട്ടൻസ് ഓഫ് മ്യൂട്ടേഷൻ? മ്യൂട്ടേഷൻ കോസസ് ചേഞ്ച് ഇൻ ജീനിൽ മാറ്റം വരുമ്പോൾ എന്ത് ചെയ്യും? ദീസ് ജീൻസ് ആർ ട്രാൻസ്ഫർഡ് ത്രൂ ജനറേഷൻ വിച്ച് ലീഡ്സ് ടു വേരിയേഷൻ ക്യാരക്ടർ. സ്വഭാവത്തിൽ മാറ്റം വരും. അപ്പൊ മ്യൂട്ടേഷൻ നമ്മുടെ എവല്യൂഷൻ, മ്യൂട്ടേഷന്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ ഈ 3 വാക്ക് എഴുതി വെക്കുക കേട്ടോ. ജീനുകളിൽ മാറ്റം വരും, അപ്പോൾ വേരിയേഷൻ വരും. പിന്നെ അവർക്ക് ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഈ സ്വഭാവം, ഈ കറക്റ്റ് ഈ പവർ തന്നെ കിട്ടണമെന്നില്ല, വേറെ സംഭവങ്ങളൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പൊ അവിടെ പുതിയ വേരിയേഷൻസ് ഉണ്ടാവും. പിന്നെ എവല്യൂഷൻ, പുതിയൊരു ഓർഗാനിസം തന്നെ ഉണ്ടാവും അല്ലേ. അങ്ങനെ ഇപ്പൊ ഞാൻ ഈ സ്പൈഡർമാൻ്റെ ഒക്കെ കണക്കിലിട്ടോ, റിയൽ ലൈഫിലല്ല, എനിക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. മ്യൂട്ടേഷൻ ജീനുകളിൽ മാറ്റം ഉണ്ടാക്കുന്നു. ഈ ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കുന്നു. ജീവപരിണാമത്തിൽ മ്യൂട്ടേഷനുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രാധാന്യം എങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ കേട്ടോ, മനസ്സിലാക്കാനുള്ള രീതിക്ക് പറയാണ്. ഇപ്പൊ ഈ സ്പൈഡർമാൻ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് പവർ കിട്ടി വിചാരിച്ചോ, സ്പൈഡർമാൻ ആയി എന്ന് വിചാരിച്ചോ, അതേ ഇപ്പൊ സ്പൈഡർമാൻ്റെ അതേ സെയിം പവർ അല്ലല്ലോ വരിക. ക്രോസിംഗ് ഓവർ നടക്കൂലേ? ഇങ്ങനെ ക്രോസിംഗ് ഓവർ ഇപ്പം കയാസ്മ ഫോം ചെയ്യും. അപ്പൊ സ്പൈഡർമാൻ്റെ സെയിം പവർ അല്ല കിട്ടുക, ഈ കുട്ടിക്ക് വേറെ പവർ ആവും കിട്ടുക, വേരിയേഷൻ വരും. അങ്ങനെ തലമുറയൊക്കെ പോയി വരുമ്പോ എവല്യൂഷനിൽ തന്നെ അതൊരു മാറ്റം വരും അല്ലേ. പരിണാമത്തിൽ തന്നെ പുതിയ സ്വഭാവങ്ങളുള്ള ഒരു മനുഷ്യൻ ഉണ്ടാവുകയാണ്. പരിണാമത്തിലൊക്കെ അതിന് മാറ്റം സംഭവിക്കും. റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് വെറൈഗേറ്റഡ് ഫ്ലവേഴ്സ്. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടേ ചില പൂവുകളുടെ ഒരു ഭാഗത്ത് പൂവിന്റെ ചില ഇതളുകൾക്ക് ഒരു കളറും ചില ഇതൾക്ക് വേറെ കളറൊക്കെ വരും. അതേപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലിവിങ്, ഈ ഭൂട്ടാനിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക്, നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ആൾക്കാർക്ക് അവരുടെ ഓക്സിജൻ കുറച്ചുകൂടെ ഇൻഹെയിൽ ചെയ്യുന്ന ഓക്സിജൻ ബോഡി കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടത്രേ. ഞാൻ ഒരു ആർട്ടിക്കിളിൽ ഇങ്ങനെ കണ്ടതാണ്. പിന്നെ സിക്കിൾ സെൽ ഡിസീസ്, ഞാൻ എൻ്റെ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഫസ്റ്റ് പാർട്ടിൽ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു സിക്കിൾ സെൽ അനീമിയ, നമ്മുടെ ഉരുണ്ട RBC, റൗണ്ട് ഷേപ്പുള്ള RBC അരിവാൾ ഷേപ്പിലാവുന്നത്. ആൽബൈനിസം കണ്ടിട്ടില്ലേ? ഈ മറ്റേ വെള്ള കടുവ, അതേപോലെ ആൽബൈനിസം പിടിച്ച വെള്ള എലി ഇല്ലേ, കളറിൽ ഉണ്ടാവുന്ന, നമ്മുടെ പിഗ്മെന്റിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. മനുഷ്യന്മാർക്കും ആൽബൈനിസം വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ മുടിയും പുരികവും ഒക്കെ കളർ മാറും, വെള്ള കളറാവും, പിഗ്മെന്റ് പോവും. പിന്നെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇൻ ബാക്ടീരിയ, ചില ബാക്ടീരിയകളെ ആന്റിബയോട്ടിക്കിന് പ്രതിരോധിക്കാൻ, ബാക്ടീരിയനെ കൊല്ലണം മരുന്നാണ് ആന്റിബയോട്ടിക്, അതിൽ നിന്ന് ഒരു പ്രതിരോധിക്കാനുള്ള അതിന് എന്താ പറയുക റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. ഇതൊക്കെയാണ് റിയൽ ലൈഫ് മ്യൂട്ടേഷൻ എക്സാമ്പിൾ. ഇത് ടെക്സ്റ്റിലില്ല, ഞാൻ ഇനി ഈ സ്പൈഡർമാൻ കണ്ടിട്ട് അത് എഴുതി വെക്കേണ്ട വെച്ചിട്ട് പറഞ്ഞതാണ് നിങ്ങളോട് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളെ ഫേവറേറ്റ്, ഓക്കെ ലാസ്റ്റത്തെ ഇന്നത്തെ ഒരു അസൈൻമെന്റ്, നിങ്ങളെ ഏറ്റവും ഫേവറേറ്റ് സ്പൈഡർമാൻ ഏതാന്ന് കമന്റ് ചെയ്യാം. 3 സ്പൈഡർമാൻ ഉണ്ടല്ലോ, നമ്മൾ ടോബി മഗ്വയർ, ടോം ഹോളണ്ട്, ആൻഡ്രൂ ഗാർഫീൽഡ്. ഇതിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ ആരാണെന്ന് പറയാം കേട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് ക്യാപ്റ്റൻ അമേരിക്കനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാം. അതേപോലെ ഈ മ്യൂട്ടേഷൻ പഠിപ്പിച്ചത് വല്ലതും മനസ്സിലായോ എന്നുള്ളതൊക്കെ പറയാം. ഓണപരീക്ഷയ്ക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഇത് ഫുള്ള് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടും ഉറപ്പായിട്ടും. സ്പൈഡർമാൻ എഴുതി വെക്കരുത്, മ്യൂട്ടേഷൻ ഉദാഹരണം ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടം പോലെ മാർക്ക് കിട്ടട്ടെ, ഫുൾ മാർക്ക് കിട്ടട്ടെ. ഒരു വീഡിയോയും കൂടെ ഉണ്ട്, നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റർ ഫുള്ള് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നമ്മൾ 3rd ചാപ്റ്റർ ഇടുന്നുണ്ട്, ഷോർട്സ് ഇടുന്നുണ്ട്, റിവിഷൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, തലേന്നിരുന്ന് കാണുന്ന ഒരാൾക്ക് പോലും നമുക്ക് ഫുൾ മാർക്ക് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ ദി അപ്കമിങ് എക്സാം. താങ്ക് യു.